Hello, now we are in module 2. That is, module 2 deals with choppers, that is DC to DC converters. We already discussed about step up DC to DC converters, that is boost converters, then step down, that is buck converter, then buck boost converters. Already we discussed. The main drawback in these type of converters are there is no isolation between input and output. Okay, so that is the main problem. So in order to overcome that problem, we usually use an isolation transformers between input and output. Okay, so that we get isolation. Okay, so many isolation converters are there. So in our previous class, we were discussed the two types of isolation converters. That is, first one is flyback converters. So we already discussed in detail about the flyback converters, its mode of operation, etc. and all. Okay. Then next type of isolation converter is forward converter. This is also we were discussed. Okay. So നമ്മൾ രണ്ട് കൺവെർട്ടേഴ്സ് ഇതുവരെ ഡിസ്കസ് ചെയ്തു, ഫ്ലൈ ബാക്ക് ആൻഡ് ഫോർവേഡ്. അത് കുഴപ്പമില്ല, അവൻ്റെ ഓരോ ഇക്വേഷൻസും ഗ്രാഫും എല്ലാം യു മസ്റ്റ് തറോ. ഓക്കെ, സോ ദി തേർഡ് ടൈപ്പ് ഓഫ് കൺവെർട്ടർ ഈസ് നമ്മൾ ഫ്ലൈ ബാക്കും ഫോർവേഡും പഠിച്ചു. Okay, തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക, so that it will be easy. Okay, then next type of isolation converter is push-pull converter, and the circuit arrangement of this push-pull converter is given. Okay, ഇതാണ് ഒരു push-pull converterന്റെ സർക്യൂട്ട്. Okay, so ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, Q1 and Q2. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ അറേഞ്ച്മെന്റ് ഇതുപോലെയാണ് ഇരിക്കുക. ക്ലിയർ? നമുക്ക് D1 D2 എന്നുള്ള രണ്ട് ഡയോഡൊക്കെ ഉണ്ട്. Clear? So here also the working of this converter, that is push-pull converter, can be explained in two mode, that is mode 1 and mode 2. In mode 1 the transistor Q1 will be on, and mode 2 Q1 will be in off and Q2 will be in on. Okay, ഈ രണ്ട് മോഡിലാണ് ഇതിന്റെ വർക്കിംഗ് പറയുക. Okay, നമുക്ക് നോക്കാം. So when Q1 is turned on, that is mode 1-ലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? Okay, സോ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയാണ്. ഓക്കെ, ഓൺ ആവുകയാണെങ്കിൽ നമ്മളിപ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു? ഈ പ്ലസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പ്ലസിൽ നിന്ന് വന്ന് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡ് പ്രൈമറി തന്നെ, അപ്പർ പ്രൈമറി ലോവർ പ്രൈമറി കൊണ്ട് അല്ലേ? ഓക്കെ, സോ ഈ ലോവർ മോസ്റ്റ് പ്രൈമറി കൂടെ വന്ന് ദിസ് Q1 കൂടെ കയറി ഈ നെഗറ്റീവിലോട്ടങ്ങ് പോകും. ഓക്കെ, സോ ഇത്രയും പോർഷനിലായിരിക്കും നമ്മുടെ മോഡ് 1-ല് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് അപ്പിയർ ചെയ്യുക. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. when the transistor Q1 is turned on, that is in mode 1, the supply voltage Vs appear across the half of the primary. ഈ പ്രൈമറിയിലെ ഈ ലോവർ ഹാഫിലായിരിക്കും അപ്പിയർ ചെയ്യുക. ഓക്കെ, then മോഡ് 2-ലാകുമ്പോൾ എന്ത് സംഭവിക്കും? മോഡ് 2-ല് മോഡ് 2-ലാകുമ്പോഴത്തേക്കും ഈ ട്രാൻസിസ്റ്റർ Q2 ഓൺ ആയിരിക്കും അല്ലേ? ട്രാൻസിസ്റ്റർ Q2 ഓൺ ആയിരിക്കും, ഈ Q1 ഓഫ് ആയിരിക്കും. ക്ലിയർ ആയോ? സോ ഈ ടൈമിൽ, ദാറ്റ് ഈസ് ഇൻ മോഡ് 2, ദ കറണ്ട് വിൽ ഫ്ലോ ഫ്രം I2 എന്ന് സ്റ്റാർട്ട് ചെയ്ത്, സോറി ഇവിടെ ഈ പ്ലസ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഓക്കെ മേലോട്ട് പോകും. ഓക്കെ, ഈ അപ്പർ ഹാഫ് ഓഫ് പ്രൈമറി കൂടെ വന്ന് ഇതിലേ വന്ന് ഈ Q2 കൂടി കയറി നേരെ മൈനസിലോട്ട് അങ്ങ് പോകും. റേഡിയോ. ഓക്കെ, സോ മോഡ് 2-ല് ഈ അപ്പർ ഹാഫ് ഓഫ് പ്രൈമറി കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഈ മോഡ് 1-ല് കറണ്ട് ഇങ്ങനെ താഴോട്ട് ഫ്ലോ ചെയ്യും. റേഡിയോ. സോ ഇൻ മോഡ് 1 the transistor Q1 will be in on, and hence the current will flow in this direction. Okay, now Vs will appear in the one half of the primary. Okay, ആണേ മോഡ് 2-ലാകുമ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ in upward direction. Okay, so this supply voltage is come across the upper part of the primary, and the current will flow in this direction.
ഓക്കെ, ഇതാണ് പ്രൈമറി പറയുന്നത്. സോ പ്രൈമറിയിൽ ഈ മോഡ് 1 ദ ഡയോഡ് D1 നമ്മുടെ സെൻട്രൽ ടൈപ്പ് റെക്ടിഫയറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പോലെ. ഓക്കെ, മോഡ് 1 ഡയോഡ് D1 ഓൺ ആയിരിക്കും. ഓക്കെ, D2 ഓഫ് ആയിരിക്കും. ഓക്കെ, പിന്നെ മോഡ് 2 ആകുമ്പോഴത്തേക്കും D1 ഓഫ് ആയിരിക്കും, D2 ഓൺ ആയിരിക്കും. ശരിയായോ? ഇത്ര മാത്രമേ പ്രിൻസിപ്പിൾ ഉള്ളൂ. പിന്നെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ ആവശ്യം, അതനുസരിച്ച് ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് മാറ്റുക. ക്ലിയറായോ? ഓക്കെ, സോ ഇതിന്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. Explain the working of the push-pull converter can be divided in two mode, mode 1 and mode 2. Mode 1 the Q1 will be in on and mode 2 Q2 on ആയിരിക്കും. ഓക്കെ, സോ മോഡ് 1 ലോവർ പ്രൈമറിയിലെ സപ്ലൈ വോൾട്ടേജ് അപ്പർ ചെയ്യുന്ന സമയത്ത് മോഡ് 2 അപ്പർ പ്രൈമറിയിലായിരിക്കും നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. Okay, so therefore the voltage of primary is in between minus Vs to plus Vs. ഈ മൈനസ് പ്ലസും വരാൻ കാര്യം എന്താ? ഈ കറണ്ട് ഡയറക്ഷൻ നോക്കി, മോഡ് 1 താഴോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോഡ് 2 ആകുമ്പോഴത്തേക്കും മേലോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഹെൻസ് therefore voltage of primary winding is swing from minus Vs to plus Vs. ഓക്കെ, ഓക്കെ, സോ ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത് വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇത് പെക്യുലാരിറ്റി എന്ന് പറയുന്നത് Q1 Q2 50% ഡ്യൂട്ടി സൈക്കിളിലായിരിക്കും ഓൺ. അതായത് രണ്ടിന്റെയും ഓൺ ടൈമും ഓഫ് ടൈമും സെയിം ആയിരിക്കും. ഓക്കെ, സോ ദി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 Vs ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ ആവറേജ് കറണ്ട് ഓഫ് ട്രാൻസിസ്റ്റർ I എന്ന് പറഞ്ഞാൽ IS/2 ആയിരിക്കും. ഇത് മാത്രം ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ശരി. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ പുഷ് പുൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരു അടുത്തൊരു കൺവേർട്ടർ ആണ് ഹാഫ് ബ്രിഡ്ജ് കൺവേർട്ടർ. ഇത് എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, അതിന് സർക്യൂട്ട് ഡയഗ്രം മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. സോ ഇതിന്റെ വർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൺവേർട്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആൾറെഡി ഫോർവേഡ് കൺവേർട്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ രണ്ട് ഫോർവേഡ് കൺവേർട്ടേഴ്സ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഫിക്സ് ചെയ്താൽ അതുപോലെ ഇരിക്കും നമ്മുടെ ഹാഫ് ബ്രിഡ്ജ് കൺവേർട്ടർ. ഓക്കെ, so this converter can be used as two back-to-back forward converter that are fed by the same input voltage. Okay, രണ്ട് ഫോർവേഡ് കൺവേർട്ടേഴ്സ് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്താൽ ഇരിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ഈ ഹാഫ് ബ്രിഡ്ജ്. ഓക്കെ, അതിന്റെ സർക്യൂട്ട് ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സർക്യൂട്ട് പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുള്ളൂ, ബാക്കി വർക്കിംഗ് എല്ലാം ഈ സർക്യൂട്ട് വെച്ച് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് why the name half bridge? Why? Because here we use two capacitors C1 and C2. Okay, ഈ C1 C2 എന്ന കപ്പാസിറ്റർ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഹാഫ് വോൾട്ടേജ് ആയിരിക്കും ട്രാൻസിസ്റ്റർ ഈ രണ്ട് ട്രാൻസിസ്റ്ററിന്റെ ഇടയ്ക്കായിട്ട് അപ്പിയർ ചെയ്യുക. ഹെൻസ് നെയിം ഹാഫ് ബ്രിഡ്ജ്. ഓക്കെ, വരുന്ന കാര്യം എന്താണ് ഹാഫ് ബ്രിഡ്ജ് എന്ന് പറയാൻ കാര്യം? the input voltage V1 is divided by these capacitors C1 and C2. ഓക്കെ, ബൈ ഹാഫ് ആയിട്ട് C1 C2 ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഹാഫ് ബ്രിഡ്ജ് എന്ന് പറയാനായിട്ട് കാര്യം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്. ക്ലിയർ ആയി? ഓക്കെ, ഇനി നോക്കാം ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് 4 മോഡ്. ദ വർക്കിംഗ് ഓഫ് ദിസ് ഹാഫ് ബ്രിഡ്ജ് കൺവേർട്ടർ ക്യാൻ ബി ഡിസ്ക്രൈബ് ഇൻ മോഡ് 4. ഓക്കെ, സോ ഇൻ മോഡ് 1 ആകുമ്പോഴത്തേക്കും Q1 ഓൺ ആയിരിക്കും, Q2 ഓഫ് ആയിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക, ഇൻ മോഡ് 1 the transistor Q1 is on and Q2 is off. ഓക്കെ, മോഡ് 2 അവിടെ ഇരിക്കട്ടെ. അടുത്ത മോഡ് 3 നോക്ക്. മോഡ് 3 മോഡ് 1ന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും മോഡ് 3. മോഡ് 1 Q1 ഓൺ Q2 ഓഫ് എങ്കിൽ മോഡ് 3 ഓൺ ആയിരുന്ന Q1 ഓഫ് ആവും, ഓഫ് ആയിരുന്ന Q2 ഓൺ ആവും. ഓക്കെ, സോ ഇൻ മോഡ് 2 the Q2 is in on and Q1 is in off condition. മോഡ് 1 എന്താണോ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും മോഡ് 3 ഹാപ്പൻ ചെയ്യുക. ഇൻ മോഡ് 1 the transistor Q1 is on and Q2 is off. If so, the mode 3 will be the reverse of mode 1, that is Q2 is on and Q1 is off. Okay, then mode 2 mode 4 സെയിം ആണ്. ഓക്കെ, അതായത് രണ്ട് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും.
Mode 2 and mode 4, both the transistor Q1 and Q2 are in off condition. Okay, ഇതാണ് ഈ ഹാഫ് ബ്രിഡ്ജ് കൺവെർട്ടറിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ മോഡ് 1 എന്ത് സംഭവിക്കും? മോഡ് 1 എന്ത് സംഭവിക്കും? മോഡ് 1 ആകുമ്പോഴത്തേക്കും ഈ ട്രാൻസിസ്റ്റർ Q1 ഓൺ ആയിരിക്കും അല്ലേ? സോ ട്രാൻസിസ്റ്റർ Q1 ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ മോഡ് 1 നമ്മുടെ പ്ലസിൽ നിന്ന് കറണ്ട് എപ്പോഴും +2 - ആയിരിക്കും ഫ്ലോ ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഇതിന്റെ കൂടെ വന്ന് ഓക്കെ ഈ ട്രാൻസിസ്റ്റർ കൂടി ഫ്ലോ ചെയ്ത് ഓക്കെ ദെൻ ഈ പ്രൈമറി കൂടി പോയി ഓക്കെ ഈ കപ്പാസിറ്റി കൂടി വന്ന് നേരെ മൈനസിലോട്ടങ്ങ് പോകും. So in mode 1, okay, current will flow the current will flow from the positive terminal of the supply via Q1, okay, then to the primary and then to capacitor C2 and finally reach the negative terminal. Okay, sorry. Okay, then mode 2 mode 4 എല്ലാം സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ? മോഡ് 3 നോക്കാം. മോഡ് 3 ആകുമ്പോഴത്തേക്കോ ഈ Q2 ഓൺ ആയിരിക്കും അല്ലേ? മോഡ് 3 Q2 ഓൺ ആയിരിക്കും, Q1 ഓഫ് ആയിരിക്കും. ഇപ്പൊ എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക? മോഡ് 3 പ്ലസിൽ അവിടെയും എപ്പോഴും ഏത് മോഡായാലും പ്ലസിൽ തന്നെയാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഈ കപ്പാസിറ്റർ വഴി വന്ന് C1 വഴി വന്ന് ഓക്കെ നേരത്തെ വന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്ത് ഈ Q2 വഴി നേരെ മൈനസിലോട്ടൊന്ന് പോകും. ക്ലിയർ ആയോ? ഓക്കെ, മോഡ് 1 ആണെന്നുണ്ടെങ്കിൽ മോഡ് 1 എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുക? ഇതുവഴി വന്ന് Q1 വഴി ഓക്കെ ഈ പ്രൈമറി കൂടെ വന്ന് ഈ C2 കയറി പോകും. ക്ലിയർ ആയോ? ഇനി മോഡ് 2 പ്ലസിൽ നിന്ന് C1 വഴി നേരത്തെ വന്ന കറണ്ട് നേരെ ഓപ്പോസിറ്റോട് കൂടി ഓക്കെ Q2 വഴി നേരെ മൈനസിലോട്ടങ്ങ് പോകും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുക. ഓക്കെ, പിന്നെ അടുത്തത് ഒന്ന് ഓർത്ത് വയ്ക്കുക, മോഡ് 1 നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് Q1 ഓൺ ആയിരിക്കും, Q2 ഓഫ് ആയിരിക്കും. ഓക്കെ, പിന്നെ മോഡ് 2 ആകുമ്പോഴത്തേക്കും ഡയോഡ് D2 ഓൺ ആയിരിക്കും. ഓക്കെ, സോ രണ്ട് മോഡിലും Q1 ആയാലും Q2, മോഡ് 1 ആയാലും മോഡ് 2 ആയാലും ദ ഇൻഡക്ടർ വിൽ ബി ചാർജ്. ഓക്കെ, ഈ ഇൻഡക്ടർ ഇങ്ങനെ ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇൻഡക്ടർ വിൽ ആൾവേസ് ഇൻ ചാർജ് ഡ്യൂറിങ് മോഡ് 1 ആൻഡ് മോഡ് 3. കാരണം എന്താ, മോഡ് 1 ഓക്കെ Q1 ഓൺ ആയിരിക്കും. സോ പ്രൈമറി കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. സ്വാഭാവികമായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി സെക്കൻഡറിയില് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ദ ഡയോഡ് D1 വിൽ ബി ഇൻ ഓൺ ആൻഡ് ഹെൻസ് ദ ഇൻഡക്ടർ വിൽ ബി ചാർജ് ത്രൂ ഡയോഡ് D1. ഓക്കെ, മോഡ് 3 Q2 വിൽ ബി ഇൻ ഓൺ. ഓക്കെ, സോറി, മോഡ് Q2 വിൽ ബി ഓൺ. ഓക്കെ, പ്രൈമറി കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഡയോഡ് D2 ഓൺ ആവും. D2 ഓൺ ആവുന്ന സമയത്തും ഈ ഇൻഡക്ടർ ചാർജ് ആവും. ഓക്കെ, സോ നെറ്റ് ഓർത്ത് വെച്ചേക്കുക, മോഡ് 1 മോഡ് 2 ഇൻഡക്ടർ ചാർജ് ചെയ്യും. മോഡ് 2 മോഡ് 4 രണ്ട് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. രണ്ട് ട്രാൻസിസ്റ്ററും ഓഫ് ആവുന്ന സമയത്ത് എന്ത് പറ്റും? എന്താണോ ഇൻഡക്ടറിൽ ചാർജ് ചെയ്തിരുന്നത് അത് നേരെ നമ്മൾ ലോഡിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, so whatever the energy that is stored during mode 1 and mode 3 will deliver during the mode 2 and 4 to the load. Okay, so ഇതാണ് എൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ? ഓക്കെ, സോ ഇനി ഇതിന്റെ വേവ് ഫോം നമ്മൾ നോക്കണം. ഇതാണ് സർക്യൂട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ നമ്മളെ വേവ് ഫോമിനെ നമുക്ക് 4 മോഡായിട്ട് ഡിവൈഡ് ചെയ്യും. മോഡ് 1, മോഡ് 2, മോഡ് 3, മോഡ് 4. ഓക്കെ, ഞാൻ പറഞ്ഞു മോഡ് 1 ട്രാൻസിസ്റ്റർ Q1 ഓൺ ആയിരിക്കും, Q2 ഓഫ് ആയിരിക്കും. ഈ ഗ്രാഫിലോട്ട് പോകുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഓഫ് ആയിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? എന്താണ് ഇൻപുട്ട് അത് തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ശരി, ഇനി നമുക്ക് ഗ്രാഫിലോട്ട് പോകാം. ഗ്രാഫിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കേണ്ടത് ആദ്യം എന്താണ്? ആദ്യം നമ്മുടെ
അതാ നമ്മുടെ വി പി എന്തായിരിക്കും? പ്രൈമറി വോൾട്ടേജ്. ഓക്കെ, പ്രൈമറി വോൾട്ടേജ് എന്തായിരിക്കും? ഇവിടെ വരുന്ന പ്രൈമറി. പ്രൈമറിയിൽ ഞാൻ പറഞ്ഞു മോഡ് 1 പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ മോഡ് 3 നെഗറ്റീവ് വോൾട്ടേജ്, കാരണം കറണ്ട് ഫ്ലോ മോഡ് 1 മോഡ് 3 ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, സോ മോഡ് 1 നമ്മൾ പറഞ്ഞു ഈ സപ്ലൈ വോൾട്ടേജിനെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് C1/C2. ഓക്കെ, സോ മോഡ് 1 കണ്ടോ, മോഡ് 1 പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. പോളാരിറ്റി എന്താണ്? V1/2. ഹാഫ് ബ്രിഡ്ജ് അല്ലേ? ഹാഫ് ബ്രിഡ്ജ് ആയതുകൊണ്ട് ഈ കപ്പാസിറ്റർ C1 C2 ഇൻപുട്ടിനെ by 2 ആക്കി മാറ്റും. സോ ദാറ്റ് വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദ പ്രൈമറി. മോഡ് 1 ഒരു പ്ലസ് വോൾട്ടേജ് ആയിരിക്കും വരിക. ഓക്കെ, മോഡ് 3 കറണ്ടിന്റെ പൊളാരിറ്റി മാറും. നേരത്തെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മേലോട്ട് പോകും. ഓക്കെ, സോ മൈനസ് വോൾട്ടേജ് ആൻഡ് ദ വാല്യൂ ഈസ് -V1/2. കുഴപ്പമില്ലല്ലോ. മോഡ് 2 മോഡ് 4 എല്ലാ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. ഓഫ് ആയതുകൊണ്ട് പ്രൈമറിയിൽ വോൾട്ടേജ് ഇല്ല. പിടിയോ? പ്രൈമറിയിൽ വോൾട്ടേജ് ഇല്ല. പിടിയല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ പ്രൈമറി വോൾട്ടേജ് VP. മോഡ് 1 പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ആൻഡ് വാല്യൂസ് V1/2. മോഡ് 3 നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ആൻഡ് ദ വാല്യൂസ് -V1/2. In mode 2 and mode 4 all the transistor will be in off, hence there is no voltage will be induced in primary. That's fine. Okay, so mode 1 എന്തായിരിക്കും? ട്രാൻസിസ്റ്റർ Q1 ഓൺ ആയിരിക്കും അല്ലേ, Q2 ഓഫ് ആയിരിക്കും. സോ ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്റർ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? ലോ ആയിരിക്കും അല്ലേ. സോ VQ1 കണ്ടോ, മൂന്നാമത്തെ VQ. മോഡ് 1 VQ1 ട്രാൻസിസ്റ്റർ Q1 ഓൺ ആയിരിക്കും. സോ ഓൺ ആയതുകൊണ്ട് ലോ വോൾട്ടേജ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി VQ1 എന്താണ്? കളക്ടർ വോൾട്ടേജ് ഓഫ് ട്രാൻസിസ്റ്റർ 2. മോഡ് 1 ട്രാൻസിസ്റ്റർ Q2 ഓഫ് ആയിരിക്കും. ഓഫ് ആയിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്തായിരിക്കും വരിക? നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ് അത്? ഇൻപുട്ട് വോൾട്ടേജ് V1 അല്ലേ. സോ V1 വരെ നെഗറ്റീവ് വരും. പിടിയോ? ഓക്കെ, സോ Q2 എന്ന് പറയുന്നത് V1 തന്നെ ആയിരിക്കും. So in mode 1 the transistor Q1 will be in on and Q2 will be off. ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്റർ കളക്ടർ വോൾട്ടേജ് ലോ ആയിരിക്കും. ഓഫ് ആയിരിക്കുന്ന ട്രാൻസിസ്റ്റർ കളക്ടർ വോൾട്ടേജ് ഹൈ ആയിരിക്കും. ഓക്കെ, സോ മോഡ് 1 നമ്മുടെ പ്രൈമറി കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും, പോസിറ്റീവ് കറണ്ട് ആയിരിക്കും അല്ലേ. ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് കറണ്ട് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ IL1 ഇൻഡക്ടർ കൂടെ കറണ്ട് മോഡ് 1 മോഡ് 3 ഇൻഡക്ടറിൽ എനർജൈസ് ചെയ്യും. ഉണ്ടോ, ഇൻഡക്ടർ എനർജൈസ് ചെയ്യും. കറണ്ട് ഗ്രാജുവലി കൂടുകയാണ്. പിടിയോ? ഓക്കെ ആണേ, ശരി. അപ്പോൾ അതാണ് നമ്മുടെ മോഡ് 1 മോഡ് 2 പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത മോഡ് 3 നോക്കി. മോഡ് 3 മോഡ് 3 ട്രാൻസിസ്റ്റർ Q1 ഓഫ് ആയിരിക്കും, Q2 ഓഫ് ആയിരിക്കും. സോറി, Q1 ഓഫ് ആയിരിക്കും, Q2 ഓൺ ആയിരിക്കും അല്ലെ. സോ Q2 ഓൺ ആയതുകൊണ്ട് തന്നെ Q2 കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? ലോ ആയിരിക്കും. മോഡ് 3 the transistor Q1 will be ഓൺ ആയതുകൊണ്ട് Q1 കളക്ടർ വോൾട്ടേജ് ഹൈ ആയിരിക്കും. ഓക്കെ, ഇൻ മോഡ് 3 കറണ്ടിന്റെ പൊളാരിറ്റി മാറുകയാണ്. മോഡ് 1 താഴോട്ട് കറണ്ട് ഫ്ലോ ചെയ്തെന്നുണ്ടെങ്കിൽ മോഡ് 2 മുകളിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. സോ ഒരു നെഗറ്റീവ് കറണ്ട് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക, ഇവിടെ പ്രൈമറിയിൽ കിട്ടുക. ഓക്കെ, പക്ഷെ മോഡ് 1 മോഡ് 3 ഇൻഡക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് കറണ്ട് വിൽ ബി ഇൻ എനർജൈസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് മോഡ് 1 മോഡ് 4. മോഡ് 2 മോഡ് 4 എല്ലാ ട്രാൻസിസ്റ്ററും ഓഫ് ആയി. മോഡ് 2 മോഡ് 4 ട്രാൻസിസ്റ്റർ വിൽ ബി ഓഫ്. അതുകൊണ്ട് വേറെ ഒന്നും നടക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ മോഡ് 2 മോഡ് 4 എന്ത് ചെയ്യും? whatever be the energy in the inductor will be delivered to the load. So current will gradually decreasing during mode 1, mode 2 and mode 4. Ready? Okay, then last എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി വോൾട്ടേജ് ആണ്. കണ്ടോ, സെക്കൻഡറി വോൾട്ടേജ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് D1 and D2 മോഡ് 1 ഡയോഡ് 1 ഓൺ ആയിരിക്കും, ഡയോഡ് 2 ഓഫ് ആയിരിക്കും. മോഡ് 3 ആകുമ്പോഴത്തേക്കും D1 ഓഫ് ആയിരിക്കും, D2 ഓൺ ആയിരിക്കും. വിച്ച് മീൻസ് in entire mode 1 and mode 3 there will be a positive voltage across in VS. അതാണ് VS പറയുന്നുണ്ടോ. VS എന്ന് പറയുന്നത് മോഡ് 1 ആയാലും മോഡ് 3 ആയാലും D1 D2 ഉള്ളത് കൊണ്ട് ഒരു
പ്ലസ് വോൾട്ടേജ് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. കാരണം എന്താണ്, നമ്മളെ പണ്ട് പഠിച്ച സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ വർക്കിംഗ് ഇല്ലേ, റെക്ടിഫയർ ഇല്ലേ, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ടല്ലോ, നമ്മൾ ബ്രിഡ്ജും പഠിച്ചിട്ടുണ്ട്, സെൻട്രൽ ടാപ്പും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സെൻട്രൽ ടാപ്പിന്റെ അതേ വേവ് ഫോം തന്നെ നമുക്ക് കിട്ടുക. മോഡ് 1-ലായാലും മോഡ് 3-ലായാലും പ്ലസ് വോൾട്ടേജ് വിൽ ബി അവൈലബിൾ ഇൻ VS and the value is given by V1 into NS by NP. ഇതാണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, V1 into NS by NP. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഹാഫ് ബ്രിഡ്ജിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സർക്യൂട്ട് ഇതാണ്. ഓക്കെ, ഓരോന്നായിട്ട് നോക്കി പോവുക. മോഡ് 1-ൽ Q1 ഓൺ ആയിരിക്കും, Q2 ഓഫ് ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് ഡയോഡ് D1 ഓൺ ആയിരിക്കും, ഇൻഡക്ടർ ചാർജ് ചെയ്യും. മോഡ് 2-ലാണ്, മോഡ് 3-ലാണെന്നുണ്ടെങ്കിൽ Q1 ഓൺ ആയിരിക്കും, Q2 ഓൺ ആയിരിക്കും, Q1 ഓഫ് ആയിരിക്കും. ആ സമയത്ത് D2 ഓൺ ആയിരിക്കും, ദെൻ ആ സമയത്ത് ഇൻഡക്ടർ ചാർജ് ചെയ്യും. വിച്ച് മീൻസ് മോഡ് 1-ലും മോഡ് 3-ലും ഇൻഡക്ടർ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. വിച്ച് മീൻസ് there will be energy will be created in mode 1 and mode 3. ഓക്കെ, മോഡ് 2-ലും മോഡ് 4-ലും എല്ലാ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ വോൾട്ടേജ് ഉണ്ടായിരിക്കത്തില്ല. ഹെൻസ് എന്ത് പറ്റും, പ്രൈമറി വോൾട്ടേജ് അല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടാകത്തില്ല. വിച്ച് മീൻസ് VS 0 ആയിരിക്കും. മോഡ് 2-ലും മോഡ് 4-ലും VS 0 ആയിരിക്കും. ആ സമയത്ത് വാട്ട് എവർ ബി ദ എനർജി ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ വിൽ ബി ഡെലിവർഡ് ടു ദി ലോഡ്. ഓക്കെ, സോ മോഡ് 2-ലും മോഡ് 4-ലും കറണ്ട് വിൽ ബി IL1, which means current from the inductor will be releasing energy, that is current will be decreasing. Okay, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തിലോട്ട് നമുക്ക് പോവാം. So the output voltage of this half bridge is given by NS1 by NP into VS into K, where K is the duty cycle and NS1 is the primary secondary winding of the upper half of the transformer. NP is the number of turns in the primary. VS is the supply voltage. Okay, and the efficiency is given by eta into VS1 into K by 2. That is the efficiency equation of this half inverter, sorry, half bridge isolated converter. അപ്പോൾ ഈ ഹാഫ് ബ്രിഡ്ജ് പഠിച്ചെന്നുണ്ടെങ്കിൽ ഫുൾ ബ്രിഡ്ജ് എളുപ്പമാണ്. ഓക്കെ, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെയും വർക്കിംഗ് അറേഞ്ച്മെന്റ് ഇതാണ്. ഓക്കെ, ഹിയർ ആൾസോ ദ വർക്കിംഗ് ക്യാൻ ബി ഡിവൈഡ് ഇൻ 4 മോഡ്. ഇൻ മോഡ് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡ് 1-ല് ഈ Q1-ഉം Q2 ഇതാണ് ഒരു പെയർ, Q1-ഉം Q4-ഉം ഓൺ ആയിരിക്കും. ഓക്കെ, പിന്നെയോ ഈ Q3-യും Q2-ഉം ഓഫ് ആയിരിക്കും. സോ ഇവിടെ പെയറായിട്ട് വരുന്നത് Q1-ഉം Q4-ഉം ഒരു പെയർ, Q3-യും Q2-ഉം ഒരു പെയർ. ഓക്കെ, സോ ഇൻ മോഡ് 1 Q1 and Q4 will be in on. ആ പെയറായിട്ട് പറയാം, 1-ഉം 4-ഉം പെയർ, 2-ഉം 3-യും ഒരു പെയർ. So in mode 1, Q1 and Q4, 1 and 4 will be on and 2 and 3 will be off. Okay, mode 1 in the നേരിയ reverse ആണ് mode 3. In mode 3, Q2 and Q2 and 3, transistor 2 and 3 will be in on condition. At the same time, Q1 and Q4 will be in off condition. Okay, then mode 2 ആയാലും mode 4 ആയാലും all the transistor will be in off condition. മനസ്സിലായോ? ഓക്കെ, ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. There are 4 modes. In mode 1, transistor അല്ലെങ്കിൽ switches Q1 and Q4 will be in on, Q2 ഉം Q3 ഓഫ് ആയിരിക്കും. ഓക്കെ, മോഡ് 2 ഓടെ നിൽക്കട്ടെ. മോഡ് 3-ല് Q1-ഉം Q4-ഉം ഓഫ് ആയിരിക്കും, 2-ഉം 3-യും ഓൺ ആയിരിക്കും. മോഡ് 2 and 4 all the switches are in off condition. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, 1-ഉം 4-ഉം പെയർ, 2-ഉം 3-യും ഒരു പെയർ. മോഡ് 1-ല് 1-ഉം 4-ഉം ഓൺ ആയിരിക്കും, മോഡ് 3-ല് 2-ഉം 3-യും ഓൺ ആയിരിക്കും. മോഡ് 2-ലും 4-ലും എല്ലാ ട്രാൻസിസ്റ്ററും ഓഫ് ആയിരിക്കും. ഓക്കെ,
പ്രിഡിക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് കറണ്ട് ഫ്ലോ നോക്കാം. ഇൻ മോഡ് 1 Q1 ഉം Q4 ഉം ഓൺ ആയിരിക്കും ഇല്ലേ? ഈ സമയത്ത് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്ന അറിയാമോ? പ്ലസിൽ നിന്നായിരിക്കും എപ്പോഴും കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക. പ്ലസിൽ നിന്ന് ദിസ് Q1 വഴി ഈ കപ്പാസിറ്റർ വഴി ഈ പ്രൈമറി കൂടെ കയറി, ഓക്കെ, Q4 കൂടെ കയറി നേരെ നെഗറ്റീവിലോട്ട് അങ്ങ് പോകും. സോ ഇൻ മോഡ് 1 എങ്ങനെ വരിക? M1 പ്ലസിൽ നിന്ന് Q1 വഴി വയ C1 ത്രൂ ദി പ്രൈമറി ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് Q4 വഴി നേരെ നെഗറ്റീവിലോട്ട് അങ്ങ് പോകും. ദാറ്റ് ഈസ് ഇൻ മോഡ് 1. ഈ സമയത്ത് ട്രാൻസിസ്റ്റർ Q1 ഓൺ ആയിരിക്കും. ഡയോഡ് D1 ഓൺ ആയിരിക്കും. സോ എന്ത് പറ്റും? L1 കൂടി എനർജി ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എനർജി ചേച്ചിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തത് മോഡ് 3 എന്ത് സംഭവിക്കും? മോഡ് 3 ആകുമ്പോഴത്തേക്കോ 2ഉം 3ഉം ആണ് റിപ്പയർ. 2ഉം 3ഉം ആണ് റിപ്പയർ. അത് ഓൺ ആയിരിക്കും. കാരണം എങ്ങനെ ഫ്ലോ ചെയ്യും? സോ ഇൻ മോഡ് 3 the transistor Q2 and Q3 are on. Okay, so now the current will flow from present start ചെയ്ത്, ഓക്കെ, ഇതുപോലെ വരും. ഈ Q1 കൂടെ വന്ന് Q3 കൂടെ വന്ന് നേരത്തെ ഫ്ലോ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി, ഓക്കെ, ഈ C1 കൂടി വന്ന്, ഓക്കെ, ഈ Q2 കൂടി നേരെ മൈനസിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് പറയാം, പ്ലസിൽ നിന്ന് Q3 വഴി നേരത്തെ ഫ്ലോ ചെയ്ത കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൂടി പ്രൈമറി വൈൻഡിൽ കൂടെ വന്ന് C1 വഴി Q2 വഴി നേരെ മൈനസിലോട്ട് അങ്ങ്. ഈ സമയത്ത് ഡയോഡ് D1 ഓഫ് ആയിരിക്കും, D2 ഓൺ ആയിരിക്കും. ഓക്കെ, ആ സമയത്തും ഇൻഡക്ടർ L1 ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ VS നമ്മുടെ സെക്കൻഡിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മോഡ് 1ലും മോഡ് 3ലും ഹൈ വോൾട്ടേജ് ആയിരിക്കും VSൽ വരിക, സെക്കൻഡറി വോൾട്ടേജ് വരിക. ഓക്കെ, ഇതാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, so the output voltage V0 can be given by V0 is equal to NS by NP into 2VS into K എന്ന് പറയാം. അത് ഔട്ട്പുട്ട് വോൾട്ടേജ് P0 is given by eta into VS1 into P. So VS into IP. IP means the primary current into K. Eta VS IP into K. And this is the equation for output power. Ready? Okay. So ഇതിന്റെ വേവ് ഫോം കൂടി നമുക്ക് നോക്കാം. ഇത് എളുപ്പമാണ്, നേരത്തെ പോലെ തന്നെ, വേറെ ഒരു മാറ്റവും ഇല്ല. ഇതിന്റെ നേരത്തെ സെയിം റെപ്ലിക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രൈമറി ആകുമ്പോൾ എന്ത് പറ്റും? ഇതാണ് മോഡ് M1 അല്ലേ? M1 പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. സിമിലർലി M3 നെഗറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അറിയാലോ, കാരണം എന്താ? Q1ഉം Q4 ഒരു പെയറാണ്, 2ഉം 3ഉം വേറെ പെയറാണ്. ഓക്കെ, ഇവർ ആൾട്ടർനേറ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ മാറുകയാണ് അല്ലേ? മോഡ് 1ൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മോഡ് 2ലാകുമ്പോഴത്തേക്ക് മേലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇതാണ് 2, ഇതാണ് 4. ഓക്കെ, മോഡ് M1ൽ പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു, മോഡ് 3ൽ നെഗറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. 2ലും 4ലും ഒരു മാറ്റമില്ല, കാരണം ബോത്ത് ട്രാൻസിസ്റ്റർ ആർ ഇൻ ഓഫ് കണ്ടീഷൻ. ഓക്കെ, മോഡ് 1ലെ ഏതൊക്കെ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നത്? 1ഉം 4ഉം ഓൺ ആവും അല്ലേ? 1ഉം 4ഉം ഓൺ ആവുന്നത് കൊണ്ട് അതിന്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും, നമുക്കറിയാലോ, കുഴപ്പമില്ല. 2ലും 3ഉം ഓഫ് ആയിരിക്കും, അതുകൊണ്ട് മോഡ് 1ൽ 2ലും 3ലും കളക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും അല്ലേ? അതെ. VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്, ഇവിടെ വരുന്ന വോൾട്ടേജ് VS. ഓക്കെ, VS എന്തായിരിക്കും? മോഡ് 1ലും 3ലും ഹൈ ആയിരിക്കും അല്ലേ? മോഡ് 1ൽ ഡയോഡ് D1 ഓൺ ആകുമ്പോൾ ഹൈ വോൾട്ടേജ് കിട്ടും. മോഡ് 3ൽ ഈ D2 ഓൺ ആയതുകൊണ്ട് ഹൈ വോൾട്ടേജ് കിട്ടും. 2ലും 4ലും രണ്ട് ഡയോഡ് ഓഫ് ആയതുകൊണ്ട് വോൾട്ടേജ് ഇല്ല, കണ്ടോ? സോ മോഡ് 1ലും ഹൈ വോൾട്ടേജ്, മോഡ് 3ലും ഹൈ വോൾട്ടേജ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് D1 ആൻഡ് D2. ഓക്കെ, മോഡ് 2ലും വോൾട്ടേജ് ഇല്ല, മോഡ് 4ലും വോൾട്ടേജ് ഇല്ല. ഓക്കെ, ശരി.
IP, the primary current. മോഡ് 1 ഒരു പോസിറ്റീവ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അതാകുമ്പോഴത്തേക്കും ഇവിടെ മോഡ് 3 നെഗറ്റീവ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ, രണ്ടിന്റെയും കറണ്ട് ഡയറക്ഷൻ മാറുകയല്ലേ. ഓക്കെ, 2-ലും 4-ലും നോ കറണ്ട്, കാരണം എന്തുണ്ട്, എല്ലാ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. മോഡ് 1 കറണ്ട് ചാർജ് ചെയ്യും, ഇൻഡക്ടർ കൂടി കറണ്ട് ചാർജ് ചെയ്യും. മോഡ് 3-ലും കറണ്ട് ചാർജ് ചെയ്യും ഇൻ ഇൻഡക്ടർ. 2-ലും 4-ലും വാട്ട് എവർ ബി ദ എനർജി ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ വിൽ ബി ഡിസ്ചാർജ് ഇൻ മോഡ് 2 ആൻഡ് മോഡ് 4. പിടിയോ? നേരത്തെ റെപ്ലിക്ക, നേരത്തെ സെയിം തന്നെയാണ്, വ്യത്യാസം വരുന്നത് മാത്രമേ വരുന്നുള്ളൂ. ഈ നൊട്ടേഷൻ മാത്രമേ വരുന്നുള്ളൂ. നേരത്തെ ഓരോ ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 2 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. മോഡ് 1 Q1 Q4 ഓൺ, മോഡ് 2 2 3 ഓൺ. സോറി, മോഡ് 3 2 3 ഓൺ. ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോ വോൾട്ടേജ് ആയിരിക്കും. ഹൈ ആവുന്നതാണെന്നുണ്ടെങ്കിലോ, സോറി, ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് ലോവും ഓഫ് ആയിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് ഹൈ വരും. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ VS എന്ന് പറഞ്ഞ സെക്കൻഡറി വരുന്ന വോൾട്ടേജ് ആണ്. ഈ D1 D2 ഉള്ളത് കൊണ്ട് മോഡ് 1-ലും മോഡ് 3-ലും VS ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, മോഡ് 1-ലും മോഡ് 3-ലും ഇൻഡക്ടർ കൂടി എനർജി ചെയ്യും, കറണ്ട് കൂടും. മോഡ് 2-ലും 4-ലും എന്ത് പറ്റും, വാട്ട് എവർ ബി ദ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ വിൽ ബി ഡിസ്ചാർജ്. ഓക്കെ, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കിയെല്ലാം എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഫ് ബ്രിഡ്ജും ഫുൾ ബ്രിഡ്ജും. ഹാഫ് ബ്രിഡ്ജ് ആകുമ്പോഴത്തേക്കും there will be a capacitor in C1 C2 between the input. Okay,